ഹായ്, എന്താ പാട്? സുഖല്ലേ? 2 ദിവസമായിട്ട് വീഡിയോ ചെയ്തിട്ടില്ല. അതായത് ഞാൻ അങ്ങനെ വാരി വലിച്ച് വീഡിയോ ചെയ്യൊന്നുമില്ല. എന്തെങ്കിലും കിട്ടിയാൽ പിന്നെ അയിമട് കൂടും. കാരണം അങ്ങനത്തെയൊക്കെ ഞാൻ പോയി ചാടുള്ളൂ. അപ്പൊ ഞാനിപ്പോ ലാസ്റ്റ് ആയിട്ട് ചെയ്ത 2 വീഡിയോ, രണ്ടും അടുപ്പിച്ച് ചെയ്ത വീഡിയോ നമ്മുടെ ജസ്ന കുറുനേട്ടന്റെ വീഡിയോ ആയിരുന്നു. നിങ്ങൾ കണ്ടു കാണും. അപ്പൊ എന്താ സംഭവം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, കൊയിലാണ്ടിയിലെ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ചിട്ട് പിന്നെ ജസ്ന അവിടെ പോയി സൂചി വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ എന്താ പറയാ കാര്യങ്ങളുണ്ടായിരുന്നു. എന്നിട്ട് ഹോസ്പിറ്റലിനെതിരെ കേസ് കൊടുത്തു, ഹോസ്പിറ്റലിൽ അങ്ങനെയാണ് ഇങ്ങനെ ആക്കി എന്നൊക്കെ പറഞ്ഞ് കുറെ ആയി. ഇപ്പൊ മൊത്തം എല്ലാ യൂട്യൂബേഴ്സുകളും മൊത്തം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. ചർച്ച ചെയ്യുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഓളെ ആരും അനുകൂലിക്കണില്ല. മുഴുവൻ ഹോസ്പിറ്റലുകാരെയാണ് പിന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. പേഴ്സണലായിട്ട് എനിക്കും മെസ്സേജ് വന്നിരുന്നു. ഇന്നെ 2 ആൾ വിളിക്കുകയും ചെയ്തിരുന്നു. ഞങ്ങൾ കൊയിലാണ്ടിയിലുള്ളതാണ്, പിന്നെ നിങ്ങളെ വീഡിയോ കണ്ടു, നിങ്ങൾ പറഞ്ഞ 100% ശരിയാണ്, ഞങ്ങൾ ഇവിടെ ജനിച്ചു വളർന്നതാണ്, പിന്നെ ഞങ്ങൾ കുറെ കാലമായിട്ട് ആ ഹോസ്പിറ്റലില് ആ ക്ലിനിക്കിൽ പോക്കുണ്ട്, അവിടെ കാണിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ആർക്കും ഇതുവരെ അങ്ങനത്തെ ഒരു ഇഷ്യൂ, അങ്ങനത്തെ ഒരു പ്രശ്നവും നേരിടേണ്ടി വന്നിട്ടില്ല. ഇപ്പൊ ഈ ജസ്ന പറഞ്ഞപ്പോഴാണ് ഇങ്ങനത്തെ സംഭവം അവിടെ ഉണ്ടോ എന്നുള്ളത് ഞങ്ങൾ ചിന്തിച്ചത്. പിന്നെ പറയുന്നത് ജസ്ന ആവും കൊണ്ട് അത് ഞങ്ങളെ നാട്ടുകാർക്കും വിഷയമല്ല, സോഷ്യൽ മീഡിയക്കും വിഷയമല്ല. ആ ഒരു എന്താ പറയാ ഹോസ്പിറ്റലിന് പബ്ലിസിറ്റി കൂടുക എന്ന് മാത്രമേ ഉള്ളൂ. അല്ല അപ്പൊ ജസ്ന പറഞ്ഞതിന്റെ പേരിൽ അവിടേക്ക് ആരും പോകാതിരിക്കൂല. കാരണം ആർക്കും ആ നാട്ടുകാർക്ക് മോശം അഭിപ്രായമല്ല ഈ ഹോസ്പിറ്റലിനെ കുറിച്ചിട്ട് എന്നാണ് ചുരുക്കം. അപ്പോ ഇവളാണെന്നുണ്ടെങ്കിൽ ആദ്യം വന്നിട്ട് പറഞ്ഞത് എന്താണ്, പിന്നെ നഴ്സ് മാറ്റിക്കുത്തി. അപ്പോ ഇതിൽ ഹോസ്പിറ്റലുകാർക്ക് തെറ്റില്ല, കാരണം നഴ്സാണ് മാറ്റിക്കുത്തി. എന്തുകൊണ്ടാണത് കുത്തിയ? ഡോക്ടർ അങ്ങനെ അത്രയും കർശനമായിട്ട് ഡോക്ടർ പിന്നെ അത് കൊടുക്കല്ലേ, അങ്ങനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ടും ഈ നേഴ്സ് ചെയ്തു. അതെന്താണ് എന്ന് എനിക്കറിഞ്ഞേ പറ്റുള്ളൂ. എന്ത് മരുന്നാണ് അവർ തന്നതെന്ന് പിന്നെ അവർ ഈ നേഴ്സ് പറയാൻ റെഡിയല്ല. 100% നേഴ്സ് മാത്രമാണ് കുറ്റക്കാരി എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ആദ്യം ഒരു വീഡിയോ ഇട്ടു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, നേരെ ഡോക്ടറുടെ മണ്ടക്കിട്ടു. അത് കഴിഞ്ഞ് നേരെ കഴിഞ്ഞപ്പോൾ ഈ ഹോസ്പിറ്റലത്തെ മാനേജറുടെ മണ്ടക്കിട്ടു. അങ്ങനെ മാനേജറുടെ മണ്ടക്ക് അതിൻ്റെ ഇടയിൽ പോലീസുകാരുണ്ട് കേട്ടോ. പോലീസുകാർ ഹോസ്പിറ്റലുകാരൊക്കെ ഭയങ്കരമായിട്ട് ഒത്തൊരുമിച്ച് കളിക്കുകയാണ്. ഇവളെ ഒറ്റപ്പെടുത്താനേ. ഇവളല്ലെങ്കിൽ ഇപ്പൊ സമ്മേളനത്തിലെ ആളായിട്ടാണല്ലോ നടക്കുന്നത്. ഇനി എവിടേക്ക് ഒറ്റപ്പെടുത്താനാ? ഇവളെ നാട്ടുകാരും വീട്ടുകാരും കുടുംബങ്ങളും ഒക്കെ വേണ്ടാന്ന് വെച്ചിട്ട് ഇപ്പൊ ഒരു കുരുനേട്ടനെയും താങ്ങി അടക്കുക. ആ ഓൾക്ക് പിന്നെ ഇനി എവിടെ ഒറ്റപ്പെടാനാ? അതിലുപരി ഇവള് വേറെ സംഭവം കൊടുത്തു. 2025 കുരുനേട്ടനെ കാണിച്ചുത്തരേ എന്തോ എവിടേക്ക് കുരു പൊന്തി എന്നൊക്കെ പറഞ്ഞിട്ട് മുഖത്ത് പൊന്തേണ്ടത് മാറ്റേ കുരു വേറെ എവിടെയൊക്കെ ഉണ്ടായി, അങ്ങനെ എന്തൊക്കെയാണ്. എന്തായാലും ഈ ഹോസ്പിറ്റലിൽ പോയിത്തരേ. അപ്പൊ അവിടുന്ന് ഓളിപ്പോ വന്നിക്കുകയാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വിശ്വാസമായില്ലല്ലോ, ഇപ്പൊ എങ്ങനെയുണ്ട്, ഇതാ തെളിവ് എന്ന് പറഞ്ഞിട്ട് ഓളൊരു ചീട്ട് കാണിച്ചിട്ട് പറഞ്ഞു, ഇതാ കുരുനേട്ടന് 2025 ഇവിടെ കൊണ്ടുപോയി കാണിച്ചതാവും ഈ ഒരസുഖത്തിന്. അപ്പോ ആ ബില്ലിൽ എഴുതിയിരിക്കുന്നത് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ മെയിലും ഫീമെയിലും ഉള്ളിടത്ത് കുരുനേട്ടനെ ഫീമെയിൽ എന്നവര് മാർക്ക് ചെയ്തിക്കണു. ഇപ്പൊ എങ്ങനെ ഉണ്ട്? ഓള് വലിയ കണ്ടുപിടിച്ചതാ. മെയിലേന്നുള്ളിടത്ത് ഫീമെയിലേന്നാക്കിന്ന്. ഞാൻ എന്നോടൊരു കാര്യം പറയട്ടെ, ആ ചങ്ങായിനെ കണ്ട ആർക്കും ഒരു മെയിലായിട്ട് തോന്നുന്നില്ല, മനസ്സിലായോ? ഒരു മൊയന്തായിട്ടാ തോന്നുന്നത്. ഓനെ ഫീമെയിലെങ്കിലും ആക്കിയില്ലേ, അതിന് ആദ്യം നന്ദി പറയാം. അല്ലാതെ കുടുംബവും കൂട്ടവും ഒന്നും ഇല്ലാതെ 24 മണിക്കൂർ എന്റെ അടുക്കളയിൽ വന്നിട്ട് പാറാവിരിക്കണ ഓനെ ഞങ്ങൾ മെയിലാക്കണം അല്ലേ? ഞങ്ങൾ ജിമെയിൽ തന്നെ ആക്കാം. ഓരോ കണക്ക് ഇതൊക്കെയാണ് ഇവിടെ കണ്ടുപിടുത്തങ്ങള്. ഓനെ എന്നിട്ട് പറയണേ ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞ വിശ്വാസമായില്ലേ? കുരുനേട്ടനെ ഒരു ഫീമെയിലാക്കിയില്ലേ? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിക്കൂടെ ആ ഹോസ്പിറ്റലിന്റെ ഉത്തരവാദിത്തം എത്രത്തോളം ഉണ്ടെന്ന് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവനെ ഹോസ്പിറ്റലുകാർ മാത്രമല്ല, നാട്ടുകാർ മുഴുവൻ ഫീമെയിൽ ആയിട്ടാണ് കാണുന്നത്. കാരണം ഒരാണിന് ചേർന്ന പണിയല്ല ഓൻ ചെയ്യണത്. ഓൻ തനി എന്താ പറയാ സംഖ്യ അല്ല ഇതും അല്ലാത്ത ഒരു രൂപത്തിലെല്ലാം നടത്തണം. ഓനിക്ക് വേറെ ഒന്നുമല്ല, ഇവളെങ്ങനെ എന്താ പറയാ കിട്ടണത് വാങ്ങിയിട്ട് അതും കൊണ്ട് ലാവിഷായിട്ട് നടക്കുക. ഓന്ന പറയണതോ, ഞാൻ ടൂറിസ്റ്റ് ബസ്സിൽ പോയി, ഞാൻ ആ ആംബുലൻസിൽ പോയി, ഇവൻ പറയണ പണിയാ. എന്നാ ഏത് നട്ടപ്പായിരാക്ക് പോയിട്ട് അടുക്കളയിൽ ആ ഗ്യാസിന്റെ അവിടേക്ക് ടോർച്ചടിച്ചാലും അതിന്റെ ഉള്ളിലുണ്ടാവും. എന്നിട്ട് ഇവനെ മെയിലാക്കും വേണം. അപ്പൊ പിന്നെ മെയിലായി നടക്കണ ഞങ്ങളൊക്കെ എന്താ വിളിച്ചിട്ടുണ്ടോ? അതൊന്ന് പറഞ്ഞാട്ടിക്ക. സംഭവം ഇത് പറയാനൊന്നുമല്ല ഞാൻ വന്നത് എന്താ വെച്ചാല്, ഇന്നലെ ഞാൻ ആ ഹോസ്പിറ്റലിന്റെ മാനേജർക്ക് വിളിച്ചിരുന്നു. മാനേജർക്ക് വിളിച്ചപ്പോ പുള്ളിക്കാരനോട് ഞാൻ സംസാരിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, പിന്നെ ഇതിനു മുമ്പ് വേറെ ആരോ ഇങ്ങനെ വിളിച്ചിട്ട് അത് കോൾ റെക്കോർഡ് ചെയ്തിട്ട് യൂട്യൂബിൽ ഇട്ടു. അപ്പൊ നമുക്ക് ഈ വിഷയത്തിന്റെ പുറകെ പോകാനേ താല്പര്യമില്ല. കാരണം നമ്മൾ ഇങ്ങനെ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഒരു കോട്ടം തട്ടാതെ പിന്നെ മുന്നോട്ട് കൊണ്ടുപോകണം
എന്നുള്ളൊരു ചുമതലയിൽ ഇരിക്കുന്ന ഒരാളാണ്. പുള്ളിക്കാരൻ മാനേജറാണല്ലോ. അപ്പൊ അതിന്റെ എന്തിന്റെയും മൂപ്പരിക്കാണല്ലോ അതിന്റെ ഉത്തരവാദിത്വം. അപ്പോൾ കഴിയുന്നതും അങ്ങനത്തെ ഒന്നിലേക്കും പോകാൻ പുള്ളിക്കാരൻ ടൈമും ഇല്ല. ഈ സോഷ്യൽ മീഡിയയിലും അത്ര ആക്റ്റീവ് അല്ല. അപ്പോൾ പുള്ളിക്കാരന് പിന്നെ ഈ വിഷയം എന്നോട് സംസാരിച്ച പറഞ്ഞു, ഇങ്ങനെ വേറെ ആരോ കോൾ റെക്കോർഡ് ചെയ്തിട്ട് അതിനകത്ത് ഇട്ടിക്കണു. എന്നിട്ട് അത് കണ്ടിട്ട് അപ്പോഴത്തേക്ക് മറ്റേ ജസ്ന കുരുനേട്ടന് കലിയായി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്നാ ഒന്ന് കാണണല്ലോ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ആദ്യം നേഴ്സിമ്മ തുടങ്ങി, നേഴ്സിനെ മാറ്റി നിർത്തി, പിന്നെ ഡോക്ടറായി, അത് മാറ്റി നിർത്തി, പോലീസായി, അത് മാറ്റി നിർത്തി, നേരെ മാനേജറെ മണ്ടക്കായി. കാരണം അയാൾ ഇങ്ങനെ പറഞ്ഞല്ലോ, കാരണം അയാൾക്കാണ് ഇതിന്റെ ഉത്തരവാദിത്വം. ആ ഹോസ്പിറ്റലിൽ എന്ത് കാര്യം നടന്നാലും അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുക എന്നുള്ളത് ആ മാനേജറുടെ ഉത്തരവാദിത്തം. പല ആളുകളും വിളിക്കുന്നുണ്ട്, കാരണം ഇത് എത്രത്തോളം സത്യമുണ്ട്, കള്ളത്തരുണ്ട് എന്നുള്ളത്. പിന്നെ പറയുന്നത് ജസ്ന ആവും കൊണ്ടാണ് ഈ ഹോസ്പിറ്റലിന് ആകെയുള്ള ഒരു ആശ്വാസം. അത് പുള്ളിക്കാരൻ തന്നെ പറഞ്ഞു. കാരണം അതിന്റെ കമന്റ് ബോക്സ് എടുത്താൽ അറിയാം അതിൽ എത്രത്തോളം മോളെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട് എന്നുള്ളത് നമുക്ക് തന്നെ അറിയാലോ. പണ്ട് നേതാവിന് വേണ്ടിയിട്ട് മുദ്രാവാക്യം വിളിച്ച മാതിരി 10 അല്ല 10,000 5 പിന്നാലെ അറിഞ്ഞമാതിരി ഇവിടെ പിന്നാലെ 5 ഇല്ല. ആകെയുള്ളത് ഈ ഒരു കുരുനേട്ടന. അതിന്റെ അടിയിൽ ഇപ്പൊ ആരൊക്കെ ഒന്ന് വന്നു. എന്താ ഇങ്ങോട്ട് തിരിയും കൂടി ചെയ്തില്ല, അങ്ങോട്ട് തിരിഞ്ഞിട്ട് തന്നെ ഓനോന്റെ പണി നോക്കിപ്പോയി. അത്രക്ക് ഗുണമുള്ള ടീമുകളാണ് അവളെ പിന്നാലുള്ളത്. എന്തായാലും ഇതാ പറയണേ, കർമ്മ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. എത്ര കൊമ്പത്ത് കയറിയിട്ട് അഭ്യാസം കാണിച്ചാലും സമ്മാനം വാങ്ങാൻ താഴത്തേക്ക് ഇറങ്ങേണ്ടി വരും. അങ്ങനെ ഇറങ്ങിക്കജ്. ഇപ്പൊ ഇന്നലൊക്കെ ഒരു വീഡിയോ ഇട്ടിരുന്നു. ഓളെ കണ്ടു കഴിഞ്ഞാൽ അവൾ ഉംറക്ക് പോവുകയാണ്, മക്കത്തുനിന്ന് എടുത്തിക്കണത് പർദ്ദ പറുതൊക്കെ ഇട്ട് മുടിയൊക്കെ അങ്ങനെ മറച്ചിട്ട്. ഇപ്പൊ ആർക്കും ഇവൾക്ക് ഇപ്പൊ എന്തിനാ ഇവള് ഇതൊക്കെ ഇടുന്നത്? അപ്പോ ഇവൾക്ക് ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. എന്താ അറിയോ, എല്ലാരും മരിക്കും. അപ്പോ പെട്ടെന്നൊന്നുമില്ല, കുറച്ചങ്ങോട്ട് കെജ്ജട്ടെ എന്നിട്ട് നന്നാകാം. അതായത് ഓള് വിചാരിക്കണത് സ്വയം എന്താ വെച്ചിട്ടാ, എല്ലാരെ ദൈവങ്ങളും എന്റെ പോക്കറ്റിലാണ്, ഞാൻ പറഞ്ഞേക്ക അതിൽ അപ്പുറത്തേക്ക് ഒന്നുമില്ല പറഞ്ഞിട്ട് ഓള് ദൈവങ്ങളെ വരെ പറ്റിച്ചാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടോളാണ്. ആ ഓളെത്തി നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം എന്താ അറിയോ, പറഞ്ഞ പോലെ ഒക്കെ കുടുങ്ങിക്കണു. ഇവൾക്ക് ആദ്യം അറിയാം എന്താ, അപ്പൊ ഒരു ലൈവ് ഇടുക, കുറെ അങ്ങോട്ട് പറയുക, എന്നിട്ട് എന്താ പറയാ, മനുഷ്യന്മാര് വിശ്വസിക്കും എന്നുള്ള രൂപത്തിൽ വളരെ ശാന്തയോടെ, വളരെ എന്തിനും ഉണ്ടാവും കിളി. ആരെങ്കിലും മരിച്ചത് പറയണമെങ്കിൽ ശരി, ഓൾക്ക് എന്നുള്ള ആ ചിറിയില്ലാതെ ഓൾ ഇന്ന് വരെ ഒന്നും പറഞ്ഞിട്ടില്ല. സംശയം നിങ്ങൾ ആ വീഡിയോ ഒന്ന് എടുത്ത് നോക്കുള്ളൂ. ഓൾ അങ്ങനെയാണ്, മരിച്ചത് പറയണമെങ്കിൽ ചിരിച്ചുകൊണ്ടേ പറയുള്ളൂ. അതെന്താ പറയുക, ഓള് സ്വയം സമാധാനിക്കുകയാണ്. ഞാൻ അത്രയ്ക്ക് ഹാപ്പിയാണ്, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ ഞാൻ അത്രയും എന്താ പറയാ മറ്റേ സന്തോഷത്തിലാണ് എന്നറിയാൻ വേണ്ടിയിട്ട് ഓൾ എന്ത് പറയണമെങ്കിലും ചിരിച്ചും കൊണ്ടേ പറയുള്ളൂ. എന്തായാലും ഈ ഞാൻ പറഞ്ഞ വിഷയം ഇതാണ്. മാനേജറുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. അങ്ങനെ സംസാരിച്ച സമയത്ത് അയാൾ വിളിച്ചു. അയാളോട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു. ഞാൻ ഈ ജസ്നാന്റെ വീഡിയോ കണ്ടു. അപ്പോൾ ഈ ഹോസ്പിറ്റലിനെ കുറിച്ചിട്ട് ഇങ്ങനെ ഒരു ന്യൂസ് കേൾക്കുന്നുണ്ട്, അത് എത്രത്തോളം ജെന്യൂൻ ആയിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണെന്ന്. ഇനിയിപ്പോ ജസ്നെ ആയിക്കോട്ടെ, ഓളോട് നമുക്ക് ഒരു താല്പര്യമില്ല എങ്കിൽ കൂടി ഓള് പറയുമ്പോ നമ്മൾ ഓളങ്ങനെ എതിർക്കുക എന്നില്ലുപരി ഇതിന്റെ സത്യം എന്താ അസത്യം എന്താ എന്നുള്ളത് നമ്മൾ അറിയേണ്ട ഒരു ചുമതല ഉണ്ടല്ലോ. അതിന്റെ ഭാഗമായിട്ട് ഞാൻ വിളിച്ചതാ. അതല്ലേ പിന്നെ പറഞ്ഞതും എല്ലാം വേസ്റ്റ് ആവും. നമ്മള് എന്താ പറയാ, കള്ളത്തരം, ഓളുള്ള വൈരാഗ്യം, ഓള് പറയുന്ന പോലെ അവളോടുള്ള ദേഷ്യം കൊണ്ട് നമ്മൾ സ്വയം ഹോസ്പിറ്റലിനെ സപ്പോർട്ട് ചെയ്യണ മാതിരി, അവളെ ഒരു കള്ളിയാക്കണ മാതിരി നമ്മൾ സംസാരിച്ച ഒരാളായിട്ട് എനിക്ക് താല്പര്യമല്ല. അതുകൊണ്ടാണ് ഞാൻ മാനേജറെ വിളിച്ചിട്ട് ഞാൻ കാര്യങ്ങൾ ചോദിച്ചു. അപ്പോഴാണ് പുള്ളിക്കാരൻ പറഞ്ഞത്, ഇങ്ങനെ എന്നെ യൂട്യൂബർ വിളിച്ചിരുന്നു, അതിന്റെ റെക്കോർഡ് അയാൾ അതിനകത്ത് ഇട്ടു. ഇട്ടപ്പോൾ അതിനെതിരെ ഇവള് വളരെ മോശമായിട്ട് ഇങ്ങനെ പെരുമാറി, ഞങ്ങൾ ലീഗലായിട്ട് ഇനി മൂവ് ചെയ്യാണ്. അപ്പൊ അതിന്റെ വക്കീലുമായിട്ട് സംസാരിച്ചിട്ട് അതിന്റെ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി മുന്നോട്ട് പോകാനുള്ള പരിപാടിയാണ്. ഇത് കുറേയായി സഹിക്കുന്നു, ഇന്ന് നിർത്തും നാളെ നിർത്തും എന്ന് വിചാരിച്ചിട്ട് ഇവള് ആ ഹോസ്പിറ്റലിൽ വന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പൊ ഇങ്ങനെ ഈ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് അവിടെ വന്ന് ഓള് അഡ്മിറ്റ് ആവുകയൊക്കെ ചെയ്തിരുന്നു. അതിന്റെ പേരിൽ കുറെ കഥകൾ ഇവള് ഉണ്ടാക്കി. പലരും, അതായത് ആദ്യം നഴ്സുമ്മ തുടങ്ങി, പിന്നെ ഡോക്ടർമക്ക് ചാടി, പിന്നെ മാനേജർമക്കായി. അതായത് ഇവള് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, നഴ്സുമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നഴ്സിന്റെ മണ്ടക്ക് ഇട്ടിട്ട് അത് ഹോസ്പിറ്റലിന്റെ ഒരു വലിയ മാനക്കേടിലേക്ക് എത്തിക്കാം എന്നുള്ളത് ഓലങ്ങനെ നെട്ടിക്കാല പരിപാടിയായിരുന്നു. അപ്പൊ ഓലത് അങ്ങോട്ട് മെയിൻ ചെയ്തില്ല. അപ്പൊ എന്തായി, ഓളൊന്നും കൂടി ഒന്ന് പൊന്തിച്ചു നോക്കി, നഴ്സിനാണ് മാറ്റി നിർത്തിയിട്ട് ഡോക്ടറെ പിടിച്ചു നോക്കി. ഡോക്ടറും നമുക്ക് മെയിൻ ചെയ്തില്ല. കാരണം ഡോക്ടർ വളരെ വ്യക്തമായിട്ട് ആ ഇതില് ചീട്ടിൽ എഴുതിയിട്ടുണ്ട്, ആ മരുന്ന് എഴുതിയിട്ടില്ല എന്നുള്ളത് അതിന് ഡോക്ടർക്ക് തെളിവുണ്ട്.
ആ ഡോക്ടറേത്തേക്കും നടക്കൂല. പിന്നെ എന്ത് ചെയ്തു, മാനേജറെ ഉള്ള മണ്ടക്ക് കയറിയിട്ട് ഹോസ്പിറ്റലിന് മാനേജറിന് നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ട് നിൽക്കും. ഇവള് കാണാൻ രാവിലെ പോയിട്ട് ഇങ്ങനെ കിടക്കണു, ഇതപ്പോ കലിമല്ലി വെള്ളം കൊടുക്കണം തോന്നും, അങ്ങനത്തെ മറ്റേ ഇതിലാവോള് അവശ്യമായിട്ടാ കിടക്കുക. എന്നിട്ട് ഒന്നല്ലേ കുറിനേട്ടം അല്ലെങ്കിൽ ഓളെ ചെറുക്കം ഇതാ കിടക്കണുണ്ടോ, ഇതപ്പ തീരും, കാലന് ഇത് അവിടെ വന്ന് നിൽക്കുകയാണ്, മറ്റേ ഒരു ഈ ലൈവാണ് കഴിഞ്ഞാൽ അപ്പ പിടിച്ചാണ്, കാലം അത്രക്കും റെഡി ആയിട്ടാണ് ഇവിടെ വന്ന് നിൽക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് ബല അങ്ങോട്ട് ഭീകരതയിൽ അങ്ങോട്ട് പറയൽ തുടങ്ങും. ഹോസ്പിറ്റലിൽ പറ്റിയ ഫാൾട്ടാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന്. ഒരു 2 മണിക്കൂറോ 3 മണിക്കൂറോ കഴിയുമ്പോൾ കാണാം ഇവിടെ ഒന്നല്ലേ മയത്ത് അല്ലെങ്കിൽ വെയിലത്ത് നിന്നിട്ട് ഭയങ്കര ഡാൻസും പാട്ടും. അപ്പോൾ അവളെ കാലം എങ്ങോട്ടേ പോയി? 2 മണിക്കൂർ മുമ്പ് പോയ ബോധം എവിടുന്ന വന്നു? അപ്പോൾ അവള് ഹോസ്പിറ്റലിൽ നിന്ന് പോന്നിട്ട് വീട്ടിലാക്കാറും. എന്നിട്ട് അവള് പിന്നെ പറയാൻ എന്താ അറിയോ, ഞാൻ അങ്ങനെയൊന്നും തോറ്റു കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് ഇന്നലെ ഉണ്ട് ലസിത പാലക്കലിന്റെ ഒരു വീഡിയോ തൂക്കി പിടിച്ചും കൊണ്ട് വന്നിരിക്കുന്നു. ലസിത പാലക്കല് ഇവളെന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നാണയത്തിന്റെ ഇരുവശമാണ്, രണ്ടും ജീവിക്കുന്ന ഒരേ മാതിരിയാ. എങ്ങനെ മതങ്ങളെ പറഞ്ഞിട്ടും മനുഷ്യരെ പറഞ്ഞിട്ടും ഒക്കെ ജീവിക്കുന്നതാ. നബലൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ആളുകളും കേട്ടോ. ലസിത പാലക്കലിന്റെ ഒക്കെ ചരിത്രം നമുക്ക് നല്ലോണം അറിയാലോ. മുട്ടേജില്ലാത്തോലെ ചെറിയല്ലാത്തോലെ കളിയാക്കുക എന്ന് പറഞ്ഞ മാതിരിയാണ് ഇവൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ പറയണത്. എന്തായാലും ഇത് കുറച്ചായി നമുക്ക് നിർത്തിയേക്കാം. ഞാനും ആ മാനേജറും സംസാരിച്ച മറ്റേ റെക്കോർഡിങ് ഞാനൊന്ന് ഇതിലിടാം, അത് കേട്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ഓക്കെ, അതൊന്ന് കേൾക്ക്. ഹലോ സാറേ, എൻ്റെ പേര് ഷെരീഫ് എന്നാണ്. ഞാനൊരു വ്ളോഗറാണ്. ഞാൻ ഈ ജസ്നാന്റെ ഒരു ഇഷ്യൂ നിങ്ങളുടെ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ടല്ലോ, അത് സത്യത്തിൽ ജെന്യൂൻ ആയിട്ടുള്ള കാര്യമാണോ അതോ ഞാൻ എന്താ അവൾക്കെതിരെ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോ ദിവസം ഒരു ദിവസം വന്നിട്ട് പിന്നെ എങ്ങനെ ബെഡ്മൊക്കെ കടന്ന് ഭയങ്കര ആവശ്യമാണ് എന്നുള്ള നിലയിലുള്ള ഒരു വീഡിയോ, ഒരു 4-5 മണിക്കൂർ കഴിയുമ്പോൾ കാണാൻ ഡാൻസ് കളിച്ചിട്ട് വേറൊരു വീഡിയോ. മൊത്തത്തില് അവൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്, ഫേക്ക് ക്യാരക്ടറാണെന്നുള്ളത് പൊതുവെ ജനങ്ങൾക്ക് അറിയാവുന്നതിന്റെ പേരിൽ ഞാൻ ഇതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ എനിക്ക് വേറെ ആള് തന്നതാ, മറ്റേ ഇത് അവിടുത്തെ മാനേജറുടെ നമ്പറാണ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് ഷെരീഫ് ഒന്ന് വിളിച്ച് ചോദിക്ക എന്ന് പറഞ്ഞിട്ട്. അതിൽ ഒന്നാമത്തെ സംഭവം എന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഇതുപോലെ ഒരാൾ സംസാരിച്ചപ്പോ ഫ്രാങ്കായിട്ട് പറയുന്നതിന് കുഴപ്പമില്ല, ഞാൻ നോക്കുമ്പോ എന്റെ വോയിസ് റെക്കോർഡ് കംപ്ലീറ്റ് ഔട്ട് ചെയ്തിട്ടാണ്. ഓക്കെ, ഒന്നാമത്തത്. അപ്പോ പിന്നെ തെറ്റായ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആയിട്ട് ഇതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഞാനത് പറഞ്ഞൊന്നുമില്ല നിങ്ങളുടെ ആമുഖമായിട്ട്. ഓക്കെ, നമ്മൾ പ്രതീക്ഷിക്കാതെയാണ് അത് വന്നിരിക്കുന്നത്. അതപ്പോ എന്താ സംബന്ധിച്ച് നമ്മുടെ പേഷ്യന്റ് തന്നെയാണ്, അതിൽ യാതൊരു നമുക്കൊന്നും ഇല്ലെന്ന് പറയുന്നില്ല. മാർച്ച് 30-31 ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടാവുന്നത്. അപ്പൊ റെഗുലർ ആയിട്ട് ഇപ്പൊ നമ്മുടെ സ്ഥാപനം ഇപ്പൊ അവള് വളരെ മോശമായിട്ട് നമ്മുടെ സ്ഥാപനം വളരെ മോശമാണ്. കൊറോണ സമയത്തൊക്കെ എന്തൊക്കെയോ മരണം മുതൽ എന്തൊക്കെയോ സംഭവിച്ചതൊക്കെ വളരെ മോശമായിട്ട് കമന്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ ലീഗൽ വശം ഞങ്ങൾ പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആള് വളരെ പിന്നെ രണ്ടാമത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാം എത്രയോ പ്രാവശ്യം അവൾ ജസ്നയിൽ അവിടെ കാണിച്ചതായിട്ടുള്ള ചീട്ടും കാര്യങ്ങളും അരുണ് കാണിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും മോശം സ്ഥാപനമായിരുന്നിട്ട് ഇവര് അത്രയും പ്രാവശ്യം. അതെ അതന്നെ സത്യം പറഞ്ഞിട്ട് ഞാൻ ആ വീഡിയോയില് ഓൾറെഡി ചോദിക്കാൻ നിൽക്കുക. 2025 ഇത്രയും മോശമാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടും വീണ്ടും എന്തിന് ആ ഹോസ്പിറ്റലിൽ തന്നെ പോയി എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച വേറെ വീഡിയോ ശ്രദ്ധിച്ചോന്നറിയില്ല, ആദ്യം ഉള്ള വീഡിയോയില് നഴ്സ് മാത്രമായിരുന്നു കുറ്റക്കാരി. അതെ, ഓക്കെ. പിന്നെയാണ് ഞങ്ങൾ അതിന് റെസ്പോൺസും കാര്യങ്ങളൊന്നും കൊടുത്തില്ല. ഞങ്ങൾ പിന്നെ ഈ നിങ്ങൾ പറഞ്ഞതുപോലെ ഈ കമന്റ്സും കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കുമ്പോ ഒരാള് പോലും ഇല്ല എന്ന് പറഞ്ഞപ്പോ ഞങ്ങളത് മൈൻഡ് ചെയ്തിട്ടില്ല. പക്ഷെ പിന്നെ എന്ത് ചെയ്തു, പതുക്കെ കയറി സ്ഥാപനത്തിനെതിരെയായി. പിന്നെ മറ്റേ അരുണും സ്ഥാപനത്തിനെതിരെ പറഞ്ഞു തുടങ്ങി, അവിടെ മറ്റു കംപ്ലൈന്റ്സ് കാര്യങ്ങളും. അപ്പൊ എന്തോ ഒരു ടാർഗറ്റ് ചെയ്യുന്നത് നമുക്ക് അറിയാലോ. കാരണം എന്താ വെച്ചാൽ അവരെന്തോ ഒരു മറ്റേ നിങ്ങളത് ക്യാഷ് കൊടുത്തിട്ട് ഒത്തുതീർപ്പാക്കേണ്ടതുള്ള കളികളാണ്. അങ്ങനെ അപ്പൊ എനിക്ക് 1-2 കോൾസ് വന്നു. ഇവരെ ലക്ഷ്യം ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇവർക്ക്. ഇവര് പണ്ടേ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ചു പറഞ്ഞു. വളരെ മുമ്പേ ഇവര് ചെയ്തുകൊണ്ടിരിക്കുന്ന പല എന്താ പറയാ കാര്യങ്ങൾ എന്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു. അവിടെ നിങ്ങൾ കോംപ്രമൈസിന് പോകരുത്, ലീഗലായിട്ട് എന്നെ ചെയ്യണം എന്ന രീതിയിൽ തന്നെ വിളിച്ചു പറഞ്ഞു. അതൊരു തെറ്റായ സന്ദേശമാണ് സമൂഹത്തിന് നൽകുക എന്നുള്ളതൊക്കെ. അപ്പൊ ഞങ്ങള് അപ്പോഴേക്കും നിയമപരമായിട്ട് കാര്യങ്ങളൊക്കെ നീങ്ങി വെട്ടുകെട്ടായിട്ട് സംസാരിച്ച കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ചെയ്ത് നിർബന്ധമായിട്ട് ചെയ്യണം. നമ്മുടെ സ്ഥാപനമല്ലേ, വ്യക്തി നിലക്കുന്നുള്ളതല്ലോ. നമുക്ക് ഒരുപാട് പേര് അവിടെ വന്ന് ഒരു കുറച്ച് ആൾക്കാർക്ക് ഒരു ആശ്രയം നിൽക്കുന്ന ഒരു സ്ഥാപനം, ആരോഗ്യ സ്ഥാപനമല്ലേ. അതിനെതിരെ ഒന്നുമില്ലാണ്ട് ഇങ്ങനെ പറഞ്ഞു വിടുക എന്ന് പറയുമ്പോൾ അതൊരു ശരിയില്ലല്ലോ. പിന്നെ വേറൊരു കാര്യം എന്താന്ന് ചോദിച്ചാൽ ഇതില് സത്യത്തിൽ നിങ്ങൾക്ക് ഗുണം കിട്ടിയിട്ടുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഒന്നാമത് അവള് പറയുന്നത് കൊണ്ടും
പിന്നെ മാത്രമല്ല നിങ്ങളുടെ ഹോസ്പിറ്റലിൽ ഒന്നും ഫേമസ് ആകുക ചെയ്തിട്ടുള്ളത്. ഞാൻ 2-3 പ്രാവശ്യം ഞാൻ ചെയ്തില്ല. ഞാൻ ഹോസ്പിറ്റലിലെ പേരെടുത്ത് പറഞ്ഞിട്ടോ അതല്ലെങ്കിൽ അവള് പറയുന്നതൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടാണ് ഞാൻ പിന്നെ അവളുടെ റിയാക്ട് വീഡിയോ ചെയ്തത്. എന്റെ വീഡിയോ നിങ്ങൾ കണ്ടുകൂടെ അറിയില്ല. എന്റെ പേര് ഷെരീഫ്. ഷെരീഫ് മണ്ണാറക്കാട് എന്റെ പേര്. ഷെരീഫ് MKD യൂട്യൂബ് ചാനല്. അതെ അതെ ഞാനിപ്പോ ഇട്ടിട്ട് ഇന്നലെ ഇട്ടത് 1.5 ലക്ഷത്തോളം ആൾ ഇപ്പൊ തന്നെ കണ്ടു കഴിഞ്ഞു. അതെ. സത്യം പറഞ്ഞാൽ എന്താ സംഭവിച്ചെന്ന് വെച്ചാല് ഇവക്ക് അവൾ തന്നെ അവളെ വീട്ടിൽ തന്നെ നിങ്ങൾ കാണാം, അവൾക്ക് വെയിൻ കിട്ടില്ല. അതെ അങ്ങനെ വെയിൻ കിട്ടാണ്ടായപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഈ കാലിനുള്ള വെയിൻ ചെയ്യുന്നത്. ആ സമയത്ത് ഇഞ്ചക്ഷൻ ഫ്ലോ ഇല്ലാണ്ടാവുമ്പോ നമ്മൾ എന്ത് ചെയ്യും, നോർമൽ സലൈൻ യൂസ് ചെയ്ത് ഒന്ന് പുഷ് ചെയ്യും. അതാണ് ആ പുഷ് ചെയ്ത സാധനം അവര് പറയുന്നത് പിന്നെ ഞങ്ങൾ വേറെ മെഡിസിൻ എടുത്ത് കൊടുത്തത്. അപ്പൊ ഇത് അവള് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു. അപ്പൊ നമ്മുടെ സിസ്റ്റർ പോയി പറഞ്ഞു, സാറ് നോർമൽ സലൈൻ ഇങ്ങനെ ഒന്ന് പുഷ് ചെയ്ത് നോക്കുക ചെയ്തിട്ടുള്ളൂ, വേറൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അവൾക്ക് എവിടെ ടച്ച് ചെയ്ത് നമ്മൾ ഇഞ്ചക്ഷൻ അടിച്ചാലും വീങ്ങി വരും. ചില വീട്ടിലൊക്കെ അവള് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാധനമാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. പിന്നെ അന്നൊരു കോമന്റ് ഇപ്പൊ പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, കോമന്റ് നമ്മൾ പ്രശ്നം തീർക്കും എന്ത് പറയുമോ, അതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ നിങ്ങൾ ലാബ് ടെസ്റ്റ് കൂടെ ഒന്ന് ചെയ്ത് കൊടുത്തേക്ക്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ഒരു ആവശ്യപ്പെട്ടപ്പോ ഞങ്ങൾ എന്ത് ചെയ്തു, ലാബ് ടെസ്റ്റും കൂടെ 1-2 ലാബ് ടെസ്റ്റ് ഉണ്ടായിരുന്നു, അതും ചെയ്തു കൊടുത്തു. ആ റിസൾട്ടിന് ഒന്നുമില്ലായിരുന്നു. അതെ, പക്ഷെ അവള് ലാസ്റ്റ് വീഡിയോയിൽ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ അറിയില്ല. ഞാൻ അവരോട് സംസാരിച്ചിട്ട് ശരി തുടർച്ചയായിട്ടുള്ള ചികിത്സ പിന്നെ ഞങ്ങൾ ഇവിടെ തന്നെ ചെയ്യാന്ന് പറഞ്ഞപ്പോ അത് അവർ ഹോസ്പിറ്റലുകാർ തരാൻ തയ്യാറല്ലാന്ന്. അപ്പൊ ഇത്രയും പ്രശ്നങ്ങളും ഇത്രയും ഇഷ്യൂസും അവിടെ ഉള്ള മോശം ഒരു ഹോസ്പിറ്റലിലേക്ക് വീണ്ടും എന്തിനാ അവള് തുടർ ചികിത്സ വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങള് സത്യം പറഞ്ഞ പ്രശ്നം വീണ്ടും അപ്പൊ ഞങ്ങൾ അന്നും വേണ്ട, അങ്ങനത്തെ ഒന്നും വേണ്ട, ഇപ്പൊ എന്താ ചെയ്യേണ്ടത് ചെയ്തു കൊടുക്കാം, ആ ടെസ്റ്റ് കാര്യങ്ങളല്ലേ, അതിനുശേഷം ഒന്നും ചെയ്യാൻ നമുക്ക് പറ്റില്ല തന്നെ പറഞ്ഞു. എന്താ വെച്ചാല് ഓരോ ടൈം ക്ലിനിക്കിൽ വരുമ്പോഴും എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാക്കിയിട്ട് അവര് പോകാറുണ്ട്. എന്നാലും അടുത്ത ആഴ്ച വരും. എന്നാൽ അടുത്ത ആഴ്ച വരികയും ചെയ്യും. പക്ഷെ ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. എന്തറിയോ, ഇവള് കാശ് വാങ്ങാനുള്ള പരിപാടിയാണ് ഈ കാണിച്ചു കൂട്ടുന്നത്. എല്ലാരും പറഞ്ഞു. അത് മാത്രല്ല അതിന്റെ അടുത്ത് ഒരു ശരി ഇപ്പൊ ഒരു വേറെ ലേഡി നല്ലൊരു വീഡിയോ ചെയ്തു. സത്യം പറഞ്ഞാൽ ഞാൻ അവരെന്റെ അടുത്ത് പറയാണ്ട് ആണ്, മീൻസ് ഈ എന്റെ അടുത്ത് ഇതുപോലെ സംസാരിച്ച കാര്യങ്ങൾ അവര് വീഡിയോ ഔട്ടാവുകയും ചെയ്ത നല്ലൊരു രീതിയിൽ നമുക്കുള്ളൊരു മറുപടി തന്നെ ആവുകയും ചെയ്തു. ലക്കിലി എന്താ പറയാ, നിങ്ങളെ പോലത്തെ കുറച്ച് ആൾക്കാരുള്ളതുകൊണ്ട് എന്താ പറയാ, എനിക്ക് അവളെ കുറിച്ചൊരു ധാരണ ഉണ്ട്. നമ്മള് വെറുതെ ഒരാളൊന്നും ആകൂലല്ലോ, ഇവള് തനി ഫ്രോഡാണെന്നുള്ള എന്താ പറയാ, മതങ്ങളെ തമ്മിൽ തെറ്റിപ്പിക്കുന്ന രീതിയിലും ഇതുവരെ എങ്ങനെയായിരുന്നല്ലോ. ഇപ്പൊ ഈ ഹോസ്പിറ്റലിനെ നിങ്ങൾക്ക് എതിരെയുള്ള പോലെ തന്നെ കുറച്ചു കാലം മുമ്പ് പള്ളി, മദ്രസ, ഉസ്താദുമാര് ഇവരായിരുന്നുള്ള ടാർഗറ്റ്. അതവള് അത് തെരഞ്ഞെടുക്കുന്ന എന്താന്ന് ചോദിച്ചാൽ അതിനാവുമ്പോ ആളുകൾ ഉണ്ടാവും. എങ്ങനെ മതങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ, അങ്ങനെ മാക്സിമം എന്തൊക്കെ അവൾക്ക് ഫെയിം ആകാൻ പറ്റുമോ അതിലൊക്കെ അവള് കേറി നന്നായി കളിക്കും. അത് അത്ര ആ ഒരു കാറ്റഗറി തന്നെയുള്ള ജനങ്ങള് അവള് പറയുന്നത് കൊണ്ട് ഈ ഒരു ഇത് എടുത്തിട്ടുള്ളൂ. ഇപ്പൊ ഹോസ്പിറ്റൽ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമർ കൂടുകയുള്ളൂ ഇനി, ഷുവറാണ്. കാരണം എന്താ വെച്ചാൽ ഇവള് മോശം പറയുകയാണെങ്കിൽ നല്ലതായിരിക്കും. നിങ്ങളൊക്കെ മറുപടി കൊടുത്തതിന് എന്താ സംഭവിച്ചെന്ന് വെച്ചാല്, ഈ മറുപടിയിലൂടെ ഇനിയിപ്പോ എന്തായി, ഇന്നലെ വരെ മരണത്തോട് മല്ലിടുന്ന ആള് എന്തായി, ഇന്നലെ മഴയത്തിറങ്ങിയിട്ട് ഡാൻസ്, ചീത്ത വിളിക്കാൻ വന്നു. ഇന്നലെ തന്നെ മഴയത്തിറങ്ങിയിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. അയ്യോ, ഞാൻ പിന്നെ സത്യം പറഞ്ഞാല് ഈ റെഗുലറായിട്ട് എത്ര ഒരാളല്ല. ഇന്നലെ അഡ്വക്കേറ്റ് മീറ്റിംഗ് കാര്യങ്ങളും കഴിഞ്ഞ് നാട്ടിലും അവരുടെ കഴിഞ്ഞങ്ങനെ പോയി. പക്ഷെ എന്തായാലും ഹോസ്പിറ്റലിന് ഇത്രയധികം എന്താ പറയാ ചീത്തപ്പേരുണ്ടാക്കാൻ ശ്രമിച്ചതിന്റെ പേരില്ല. ഒരിക്കലും അവള് ശ്രമിച്ചാലും നടക്കൂല അത്. എങ്കിലും അങ്ങനെ അവള് പറഞ്ഞതിന്റെ സ്ഥിതിക്ക് ഇനി മേലാളെ ആരുടെ ഇടയ്ക്കും ഇങ്ങനെ ഇറങ്ങി ചെല്ലരുത് അവള്. അതിനുള്ളൊരു പണി അവൾക്ക് നിങ്ങൾ ലീഗലായിട്ട് തന്നെ കൊടുക്കും. തീർച്ചയായും ചെയ്യും, അത് തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നലെ അതാ ഞാൻ പറഞ്ഞ മീറ്റിംഗ് കഴിഞ്ഞ ആ കാര്യങ്ങളൊക്കെ തീരുമാനമായിട്ടുണ്ട്. ഞങ്ങളത് പ്രൊസീഡ് ചെയ്യും. ഓക്കെ, വളരെ നന്ദിയുണ്ട്. നിങ്ങളെ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളെ പോലെ ആൾക്കാരൊക്കെ അത് സത്യം പറഞ്ഞാല് എനിക്ക് നമ്മളിപ്പോ സ്ഥാപനം നടത്തുമ്പോൾ ഏറ്റവും പ്രശ്നമുള്ള കേസാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനെ ചെയ്യുമ്പോ, പക്ഷെ ഇപ്പൊ സത്യം പറഞ്ഞ ഒരു അഭിമാനം തോന്നുന്നത് വെച്ചാല് അങ്ങനെ കുറെ ആൾക്കാരെ മെനക്കെട്ടാലും സപ്പോർട്ട് ചെയ്യുന്ന ആളുണ്ട്. നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അതാണ്. അപ്പൊ നല്ലതിനും നമ്മുടെ നാട്ടിൽ ആളുണ്ട്. നമ്മൾ പറയാണ്ട് പോലും സാധാരണ ഇതൊക്കെ പറഞ്ഞു ചെയ്യിക്കുന്ന പരിപാടിയൊക്കെ ഒരാള് പോലും സത്യം പറഞ്ഞാൽ നിങ്ങൾ എനിക്ക് പേഴ്സണലി ഇന്നേ ദിവസം വരെ അറിയില്ല. അതല്ല ഞാൻ എന്റെ ഒരു കാര്യം എങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് കാശ് തരാറിട്ട് അടക്കം ചെയ്യാറുണ്ട്, ഞാൻ ചെയ്തു കൊടുക്കില്ല. കാരണം എന്താ വെച്ചാല് എനിക്കറിയാത്ത വിഷയത്തെ കുറിച്ച് ഞാൻ സംസാരിക്കാറില്ല. പക്ഷെ ഇവളാകും കൊണ്ട് 100% എനിക്ക് ഉറപ്പാണ് ഇത് മുഴുവൻ ഫേക്കാണ് എന്നുള്ളത്. അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളൊരു ദൗത്യമാണ് ഞാൻ ചെയ്തത്. അത് നമ്മൾ ഇതിനു മുമ്പ് സംസാരിച്ചിട്ടില്ല, ഞങ്ങളുടെ അടുത്ത് വന്നിട്ടില്ല, കണ്ടിട്ടില്ല, ഒന്നുമില്ല.
എങ്കിലും തീർച്ചയായിട്ടും എനിക്ക് ഫസ്റ്റ് വീഡിയോ ചെയ്ത ഇതുണ്ടല്ലോ അവരെ എനിക്ക് തീരെ അറിയില്ല. ഞാനിപ്പം സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവ് അല്ല, വല്ലപ്പോഴും ഇപ്പം ഇതിന്റെ ഭാഗമായിട്ടൊന്നും നിൽക്കുന്നില്ല. എന്നെ പേഴ്സണലി ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു ഞങ്ങളൊക്കെ ഈ ഹോസ്പിറ്റലിൽ പോകണേണ്, ഇവള് പറയുന്ന പോലെ ഒന്നും അല്ല ഷെരീഫെ കാര്യങ്ങള്, അവള് വെറുതെ പറയാണ്, ഞങ്ങളൊക്കെ ആ ഹോസ്പിറ്റൽ ഞങ്ങളുടെ അടുത്തുള്ള ഹോസ്പിറ്റലായിട്ട് നിങ്ങളുടെ ആ ഹോസ്പിറ്റലിൽ ചുറ്റുപാടുന്ന എത്രയോ മെസ്സേജോ കോളോ എനിക്ക് വന്നിട്ടുണ്ട് അറിയോ, ഞാൻ എന്റെ വീഡിയോ കണ്ടിട്ട്. ഇഷ്ടപ്പെട്ട ഒരുപാട്. അതുകൊണ്ട് നിങ്ങളെ വീഡിയോയും അതുപോലെ തന്നെ ഷഫീന ബീവി, സത്യം പറഞ്ഞ നിങ്ങളൊക്കെ ഇത്ര ഫേമസ് ആണ് ഞാനിപ്പോ അറിയുന്നത്. പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമല്ല ഈ സോഷ്യൽ മീഡിയയിൽ അത്ര എന്തല്ല നമ്മൾ ഈ ബിസിനസ് ആയിട്ടുള്ള ഓട്ടത്തില് അത്ര എന്തല്ല ആക്റ്റീവ് അല്ല. പക്ഷെ ഇപ്പം കുറച്ച് കാര്യങ്ങൾ കാണുന്നതേ ഉള്ളൂ. അപ്പൊ ആ ഒരു ഷഫീന ബീവി ഒക്കെ ചെയ്തപ്പോണ്ടല്ലോ സത്യം പറഞ്ഞ നമ്മള് മനസ്സിലുള്ളതിനേക്കാളും വലിയ മറുപടി അവര് കൊടുക്കുന്നത്. അത് അങ്ങനെ തന്നെയല്ലേ, സത്യത്തിന്റെ കൂടെ അല്ലേ ജനങ്ങൾ നിൽക്കുള്ളൂ. അതെന്താ ശരിക്കും ഭയങ്കര ഒരു എന്താ പറയാ, നമ്മളെ മനസ്സിന് ഭയങ്കര ചില നാള് വിഷമിച്ച് നിൽക്കുന്ന സമയത്തുള്ള ഒരു മഴ പെയ്താല് ജസ്ന പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും വിഷമിക്കണ്ട. കാരണം എന്താ വെച്ചാൽ ജസ്നനെ കുറിച്ചിട്ട് ജനങ്ങൾക്ക് നല്ല ധാരണ ഉള്ളത് കൊണ്ട് അത് നിങ്ങൾക്കോ നിങ്ങളുടെ സ്ഥാപനത്തിനോ ഒരിക്കലും ഒരു കോട്ടം തട്ടുന്ന പരിപാടിയല്ല, ഒരിക്കലും വരൂല. 100% ഞാൻ ഗ്യാരണ്ടി തരാം. കാരണം അവളെ കുറിച്ചിട്ട് നല്ല ധാരണ ഉണ്ട്. അവൾക്ക് കുറ്റമില്ലാത്ത ആരാ? എല്ലാവർക്കും മോശമാണ് അവള്. എങ്ങനെ അവള് പോലീസ് സ്റ്റേഷനിൽ ചെന്ന അവിടെ മോശമാണ്, മദ്രസിലോ സ്കൂളിലോ ചെന്ന അവര് മോശമാണ്, അവർക്ക് എന്തെങ്കിലും കമന്റോ കാര്യങ്ങളോ അഭിപ്രായം പറഞ്ഞാൽ അവര് മോശമാണ്. ആകെ ഓൾക്കൊരു കുരുനേട്ടുണ്ട്, ഓ മാത്രമേ നല്ലതുള്ളൂ, വേറെ ആരും ഓൾക്ക് നല്ലതല്ല, ബാക്കിയെല്ലാം മോശം. ഇപ്പൊ ഒന്നാമത് അമ്പലനടയ്ക്ക് ചെല്ലാന് അയക്കുന്നില്ല, അത് ഓൾക്ക് നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഗുരുവായൂർ നടയ്ക്ക് ഇപ്പൊ ചെല്ലാൻ സമ്മതിക്കുന്നില്ല, അത് കാരണം അവൾക്ക് പഴയ റീച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ എന്താ ഇപ്പൊ കിട്ടിയതിനെ പിടിച്ചിട്ടാണ് തൂങ്ങുക എന്നുള്ളതാ അവളുടെ ലക്ഷ്യം. അവളുണ്ടോ അവശ്യമായി ബോധമില്ലാതെ കടന്നാ പോലും അല്ല അവർക്ക് നീതി വേണം ഞങ്ങളൊന്നും ആരും തിരിഞ്ഞു നോക്കുന്നില്ല. നീതി മാസം മുമ്പോട്ട് ഈ സംഭവം നടന്ന 1.5 മാസം മുമ്പാണ്, മാർച്ച് 31. അതെ ഡേറ്റ് ഓൾറെഡി ബില്ലോണ്ടൊക്കെ വന്നിട്ടുണ്ടല്ലോ. അവൾക്കെതിരെ BJP-ക്കാർ തിരിഞ്ഞപ്പോഴാണ് അവളുടെ എല്ലാ ബലവും പോയത്. അതുവരെ കുറച്ചു കാലം മുസ്ലിങ്ങളെ പറഞ്ഞിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യാൻ BJP-ക്കാരുണ്ടായിരുന്നു. ഇപ്പൊ അവരാണ് തിരിഞ്ഞോടുകൂടെ അവള് ശരിക്കും ഒറ്റപ്പെട്ടു. അതാണ് പറ്റിയത്. എന്തായാലും ശരി, താങ്ക് യു. നിങ്ങളുടെ പേരെന്താ പറഞ്ഞു? ഓക്കെ ഇതിന്റെ പേഴ്സണൽ നമ്പറാണ്, സേവ് ചെയ്തോളൂ. ഓക്കെ കേട്ടോ. ഷെരീഫ്. ശരി, കേട്ടില്ല ഞങ്ങളെ? ഞാനും ആ മാനേജറും തമ്മിൽ സംസാരിച്ചതാണ് ഈ വിഷയം. സത്യത്തിൽ അയാളൊക്കെ ആദ്യം ഒന്ന് പേടിച്ചിക്കണു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സത്യമായിക്കോട്ടെ അസത്യമായിക്കോട്ടെ സ്വന്തം സ്ഥാപനത്തിനെതിരെ ഇങ്ങനത്തെ ഒരു ഗോസിപ്പ് വരിക എന്ന് പറഞ്ഞാൽ അതിന് ഊരിപ്പോരല് വലിയ പാടാ. പിന്നെ സോഷ്യൽ മീഡിയയിലും കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങളത് എങ്ങനെ എടുക്കുന്നുള്ളത് ഒരിക്കലും ആർക്കും ചിന്തിക്കാൻ കഴിയൂല. പക്ഷെ ഇവളുടെ കാര്യത്തിൽ ഈ ഹോസ്പിറ്റലിലേക്ക് 100% നല്ല സന്തോഷ വാർത്തയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആരും ഏറ്റെടുക്കാണ്ടായില്ല. ആകെ ഏറ്റെടുക്കാണ്ടായത് കുരുനേട്ടം മാത്രമാണ്. അതും ഇവിടെ അക്കൗണ്ടിൽ തന്നെ. എനിക്ക് സ്വന്തമായിട്ടൊരു അക്കൗണ്ടും ഇല്ലാതെ തോന്നുന്നുണ്ട്. എന്തായാലും പുള്ളിക്കാരൻ പറഞ്ഞത് കേട്ടില്ലേ, അതായത് ആള് കേസുമായിട്ട് മുന്നോട്ട് പോകുക. ഹോസ്പിറ്റലാണ് ഇവൾക്കെതിരെ കേസ് കൊടുത്തിട്ടുള്ളത്. ഇനി ഓള് കുറച്ച് വെള്ളം കുടിക്കും. ഇതുവരെ കളിച്ച മാതിരിയല്ല. ഇപ്പൊ സംഭവം എന്താ വെച്ചാല് തൊടുന്നിടത്തൊക്കെ പണി പാളിയിട്ട ഓളവസ്ഥ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അമ്പലനടയിൽ പോയിട്ടായിരുന്നു ആദ്യം റീച്ച് ഉണ്ടാക്കിയത്. അവിടേക്ക് ചെല്ലാൻ പറ്റൂല എന്ന് കണ്ടേക്ക് ഇവിടെ വന്നിട്ട് കുറെ വർഗീയത പറഞ്ഞു നോക്കി. അതും ആരും മെയിൻറ്റെയിൻ ചെയ്യണില്ല എന്ന് കണ്ടോടുകൂടെ ഇവൾക്കിത് വിറ്റ് പോണ്ടേ. ഇവൾ ഈ വരക്കണെന്ന് പറഞ്ഞിട്ട് ഉള്ള ഈ ഫോട്ടോസുകള് ഇതാരും വാങ്ങാനല്ല. 1000 ഉറുപ്പ്യ 2000 ഉറുപ്പ്യ കൊടുത്തിട്ട് പോലും ആള് വാങ്ങാനില്ലാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോഴാണ് പടച്ച ഓരോന്നായിട്ട് പണി ഇങ്ങനെ കൊടുക്കുന്നത്. നമ്മൾ ഒരിക്കലും അസുഖത്തിനെ കളിയാക്കല്ല. അസുഖം എന്ന് പറഞ്ഞാൽ ആർക്കും വരാം. അസുഖത്തെ നമ്മൾ ഒരിക്കലും ചെറുതായി കാണാനോ അല്ലെ പുച്ഛിക്കാനോ അതിന്റെ പേരിൽ ഒരാളെ പരിഹസിക്കാനോ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അത് ശത്രു ആയിക്കോട്ടെ മിത്രം ആയിക്കോട്ടെ ആരോടും ചെയ്യാൻ പറ്റില്ല. അതൊക്കെ ആർക്കും എപ്പോൾ വേണമെങ്കിലും വരാവുന്ന ഒരു സാധനമാണ് ഈ അസുഖം. നമ്മുടെ വിഷയം അതല്ലല്ലോ. ഓളൊരു നല്ലൊരു സ്റ്റോറി ഉണ്ടാക്കി വന്നു. ആ സ്റ്റോറി ഇപ്പൊ എവിടെയും എത്തിയില്ല. എന്ത് പുട്ടില് തേങ്ങ ഇടുന്ന മാതിരി ഇടക്കിടക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടും ഇതാരും ഏറ്റെടുക്കാനും ഇല്ല, ഇതിനെക്കുറിച്ച് സംസാരിക്കാനും ഇല്ല. പിന്നെ കമന്റ് മുഴുവൻ ഹോസ്പിറ്റലിനെ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കുകയും ചെയ്യുക. മൊത്തത്തിൽ ഓളിങ്ങിട്ട് ആകണ്ട് വിരകി.
അപ്പൊ എന്ത് ചെയ്തോളം അറിയോ, നേരെ ഒരു പറുതി ഇട്ടിട്ടുണ്ട് ഇറങ്ങിയിരിക്കണു. ഇതാ കേട്ടോ ഇല്ല, എന്റെ ചെവി പൊട്ടിയേക്ക. മെഡിക്കൽ കോളേജിന്റെ കാര്യം തീരുമാനമായി. ഇതൊന്ന് അടിച്ചു വിടാൻ പറ്റുമോ കേട്ടോ? കാരണം എന്താ അറിയോ, ഇവിടെ എന്തെങ്കിലും ഒന്നും മൊഴിഞ്ഞ് കിട്ടുമ്പോഴത്തേനുണ്ടല്ലോ ചില്ലറ പാടല്ല. ഒന്നാമത് സൗണ്ട് ഇല്ല, അവൾ പറയുന്നത് എന്താന്ന് കേൾക്കണില്ല. എനിക്കൊന്നും പറ്റിയില്ല, എനിക്കങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് എനിക്കിപ്പം മെഡിക്കൽ കോളേജിൽ വന്ന് നിൽക്കേണ്ട ഒരു ആവശ്യം വരില്ല. ഓരോരുത്തരെ വ്യാജ പ്രചരണം നടത്തിയിട്ട് അതുമ്മല് പിടിച്ചു തോന്നാൻ കുറച്ച് ആൾക്കാർ. വ്യാജപ്രചരണം എന്താ അറിയാത്തൊരു കുട്ടിയാപ്പായിരിക്കണം, 50 വയസ്സായ കുട്ടി. ഈ കൈക്കാണ് ട്രിപ്പിട്ടത്, അവിടെയാണ് അതില്ല. എന്നിട്ട് കിടക്കാനായിട്ടില്ല, ഈ സൈഡിൽ എന്താ പറയുന്നത്, ഓൾക്ക് തന്നെ ഒരു പിടുത്തല്ലേ. കണ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് സംഭവം എന്താ അറിയോ, മൊത്തം കജ്ജിന്ന് വെക്കുക. അപ്പം മെഡിക്കൽ കോളേജാ, ഇപ്പം മെഡിക്കൽ കോളേജിൽ ഉണ്ട് ആള്, ഇനിയിപ്പോൾ നാളെ വരും. മെഡിക്കൽ കോളേജ് വളരെ മോശമാണ്. മെഡിക്കൽ കോളേജിലെ നേഴ്സിന്റെ മനഃപൂർവ്വം കുത്തി മറ്റേ ഈ ചന്തിക്ക് വെക്കേണ്ടത് ഇപ്പുറത്തെ ചന്തിക്കാ വെച്ചത്, അത് എന്തിനു വെച്ചു എന്ന് അവള് പറയണം എന്ന് പറഞ്ഞിട്ടൊക്കെ വരും. അതും കേൾക്കല്ലാണ്ട് പാകെ കുടുങ്ങിക്കണേ, വെള്ളത്തിൽ വെളിയിട്ട മാതിരി. ഒരു രക്ഷയില്ല ആൾക്ക്. ഇപ്പൊ പർദ്ദയൊക്കെ ഇട്ടിട്ടാ ഇറങ്ങിക്കണേ, കണ്ടില്ലേ? ഇതുവരെ എങ്ങനെ ഇരുന്നോളൂ നടന്നിരുന്നത്. ഇപ്പൊ ആളുകൾ ചെയ്യുന്ന പരിപാടി എന്താ അറിയോ, ഇവള് ഏത് ഹോസ്പിറ്റലിലാണെന്ന് അന്വേഷിക്കുക. ആ ഭാഗത്തേക്ക് പോകണ്ടല്ലോ. കാരണം എന്താ വെച്ചാൽ ഇവളെ ലൈവ് പെടുകയാണ്. അത് കാരണം ഹോസ്പിറ്റലിലേക്ക് ആളുകൾ ചെല്ലണില്ല. ഇവള് നേരം വെളുത്ത് വന്നിട്ട് ഒരു ഗ്ലൂക്കോസും കുപ്പിയും വെച്ചിട്ട് ഇത് ഇങ്ങനെ കിടക്കും. ഇവളെ വിചാരം ഈ ഒരു ഗ്ലൂക്കോസ് കയറ്റുന്ന ഈ ഒരു കെട്ടില്ലേ, ഇത് എന്തോ മാരക കെട്ടാന്നാ. ഇത് അടിക്കടിക്ക് ഇങ്ങനെ കാണിച്ചു തരും ബാക്ക് ക്യാമറ ഓണാക്കിയിട്ട്. എന്നിട്ട് ഇത് പറയും ചെയ്യും. പിന്നെ ഓള് തെളിവ് പറഞ്ഞിട്ട് കുറച്ച് പേപ്പറും. പണ്ട് സലീമിനെ ചോദിച്ചപ്പോൾ ഓള എന്നെ ആട്ടിയത് സലീമി മൂലൊക്കെ ഉണ്ട്, ഈ പേപ്പറിന്റെ മൂലൊക്കെ ഉണ്ട്, കണ്ടില്ലേ സലീമ എന്ന് എഴുതിയിരിക്കണു. അതേമാതിരിയാണ് ഹോസ്പിറ്റലിന്റെ കാര്യം ചോദിച്ചപ്പോ അപ്പൊ വന്നൊരു പേപ്പറുണ്ട്. ഇപ്പൊ മെഡിക്കൽ കോളേജിലത്തെ പേപ്പറാ. ഏത് നമ്മൾ ഇവിടുന്ന് ഉള്ളതൊക്കെ സത്യമാണ്. മോളൊന്നും നുണ പറഞ്ഞിട്ടില്ല എന്നുള്ളത്. ഇവൾക്ക് സത്യത്തിൽ എവിടെ ഇഞ്ചക്ഷൻ വെച്ചാലും അവിടെ വീങ്ങുത്തരി. അങ്ങനെ ഒരു ഇത് ഇവൾക്ക് ഉണ്ട്. അതാ മാനേജർ പറയണേ കേട്ടില്ലേ? അപ്പോ ഇതൊക്കെ എന്ത് ചെയ്തപ്പോൾ നെയ്സിൽ എന്താ അവൾക്ക് 2 ഉദ്ദേശം. ഒന്നല്ലേ പൈസ അടിച്ച് മാറ്റണം, അതല്ലെന്നുണ്ടെങ്കിലോ ആജീവനാന്തം അവിടുന്ന് ചികിത്സയും വേണം. പക്ഷെ ഇത് 2ഉം ഹോസ്പിറ്റലിൽ കൊടുക്കൂല എന്നല്ല, നല്ലൊരു പണിയും കൊടുത്തേക്കണു, നല്ലൊരു കേസും വരാനുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ. ബൈ.